അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തെ കുറിച്ചിട്ടാണ്. നമുക്ക് പ്രതീക്ഷിച്ച എന്തോ ഒരു കാര്യം നമുക്ക് സാധ്യമാകാൻ പോകുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷ എന്തോ ഒരു കാര്യങ്ങൾ സാധ്യമാകാൻ പോകുന്നു, സാധ്യമാകും എന്നുള്ളത് ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. പിന്നെയോ നമുക്ക് പേടിയുണ്ടാകും എന്നുള്ളതും ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. അപ്പോൾ ഇത് ഏത് സ്വപ്നം കണ്ടാലാണ് അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെ വരുന്നത്? നമുക്ക് പേടി ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കൂ എന്നുള്ള, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രതീക്ഷ നമുക്ക് എത്താനുണ്ടെന്നും സാധ്യമാകാനുണ്ടെന്നൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ത് സ്വപ്നമാണെന്ന് വെച്ചാൽ, മഴയുണ്ടല്ലോ, മഴയും അതിന് കൂടെ ഇടിയും, മഴയും അതിന് കൂടെ ഇടിയും മിന്നലും സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും ഇതിൻ്റെ വ്യാഖ്യാനം? മഴയുണ്ട്, അതിന് കൂടെ ശക്തമായ ഇടിമുഴക്കവും മിന്നലും ഉണ്ട്. ഇത് മൂന്നും ഒരുമിച്ചിട്ട് എങ്ങനെ സ്വപ്നം കാണാണ്? മനസ്സിലായല്ലോ. മഴയുണ്ട്, അതോടൊപ്പം തന്നെ ഇടിയുമുണ്ട്, മിന്നലുമുണ്ട്. അങ്ങനെ ഒരാൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനത്തെ പറ്റി മഹാനായ ഇമാം നാബിൽസി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 212 പേജിൽ പറയുകയാണ്: ഇടിമുഴക്കവും മിന്നലും മഴയും ഒരുമിച്ചൊരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ അതൊരു യാത്രക്കാരനുമാണ് സ്വപ്നം കാണുന്നത്. ഇതൊക്കെ ഒരു യാത്രക്കാരനായ ഒരാളാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അവനിക്ക് എന്തോ ഒരു പേടിയെ അറിയിക്കുന്നു എന്നാണ്. അതായത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയി, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ഉറങ്ങിപ്പോയി, അങ്ങനെ ഒരു യാത്രക്കാരന് ഈ സ്വപ്നം കണ്ടാൽ, മഴയോട് കൂടിയുള്ള ഇടിമിന്നൽ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് അറിയിക്കുന്നത്? ഒരു പേടിയെ അറിയിക്കുന്നു എന്നാണ്. ഇത് നേരെ മറിച്ച് നാട്ടിലുള്ള ഒരാളാണ് ഈ സ്വപ്നം കാണുന്നത്, യാത്രക്കാരനൊന്നല്ല, നാട്ടിലുള്ള ഒരാളാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം പറയുന്നു, എന്തോ ഒരു കാര്യം സാധ്യമാകാനുണ്ടവന്, ഒരു പ്രതീക്ഷ അവനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.